ശബരിമലയിൽ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പന്മാർക്ക് കാവലാവുകയാണ് സന്നിധാനത്തെ അനൗൺസ്മെന്റ് കേന്ദ്രം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് സഹായകരമാകുന്ന വിവരങ്ങളാണ് ഉച്ചഭാഷിണി വഴി ഇവിടെ നിന്നും ഉയരുന്നത്. പല ഭാഷകളിൽ സംസാരിക്കുന്ന കർണാടക സ്വദേശി എം കുമാറാണ് അനൗൺസർമാരിൽ പ്രധാനി. സ്വാമി ശരണം, ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ. ಶಬರಿಮಲ ಶ್ರೀ ಧರ್ಮಶಾಸ್ತ್ರ ದಿವ್ಯ ದರ್ಶನಕ್ಕಾಗಿ ಕರ್ನಾಟಕ ಚಿಕ್ಕಮಗಳೂರು விஜயபுரத்திலிருந்து பகவான் ஐயப்ப சுவாமி தரிசனம் செய்ய வந்துள்ள தினேஷ் சுவாமி, அவினாஷ் சுவாமி தாங்கள் சன்னிதானம் சுற்றுப்புறத்தில் எங்கிருந்தாலும் దయచేసి సన్నిధానం ప్రచారం కేంద్రంకు రాగలరు. आपके साथ खाने वाले दिनेश स्वामी वेटिंग फॉर യുവർ കൂളിംഗ് സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ കാത്തിരിക്കുകയാണ്. സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. വിവിധ ഭാഷകളിലായി ശബരിമലയിലെ എല്ലാ ഭാഗത്തും മുഴങ്ങുന്ന ഈ ശബ്ദത്തിന്റെ ഉടമകളെ സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് നടപ്പന്തലിനരികെയുള്ള അനൗൺസ്മെന്റ് കേന്ദ്രത്തിൽ കാണാം. ഓരോ മണ്ഡലകാലത്തും തിരക്ക് വർദ്ധിക്കുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് കൂട്ടം തെറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനൗൺസ്മെന്റ് കേന്ദ്രമാണ് ഭക്തജനങ്ങൾക്ക് സഹായകരമാകുന്നത്. കൂട്ടം തെറ്റുന്നവർ ഇവിടെ എത്തി വിവരങ്ങൾ കൈമാറിയാൽ കൂടെയുണ്ടായിരുന്നവർക്കായി ശബരിമലയിലെ എല്ലാ ഭാഗത്തും ശബ്ദമുയരും. അനൗൺസർമാരിൽ പ്രധാനിയാണ് കർണാടക ചിക്മംഗ്ലൂർ സ്വദേശിയായ MS കുമാർ. 7 ഭാഷകൾ കൈവശമുള്ള ഇദ്ദേഹം മലയാളം, തമിഴ്, കന്നഡ ഉൾപ്പെടെ 6 ഭാഷകളിൽ അനായാസം അനൗൺസ് ചെയ്യും. 25 വർഷമായി മണ്ഡല മകരവിളക്ക് കാലത്ത് കുമാർ ശബരിമലയിലുണ്ടാകും. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. മലയാളം, കന്നഡം, തമിഴ്, തെലുഗു, തുളു ഒരു 6-7 ഭാഷ ഇവിടെ ആവശ്യമുള്ളത്. ഒരു 4 ഭാഷ മതി. ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടിയത് 4 ഭാഷ, ഒരു 6-7 ഭാഷ സംസാരിക്കും. ഞാൻ ആദ്യം ഒരു നേരം ആഹാരം ഇല്ലാതെ ദാരിദ്ര്യം കുടുംബമായിരുന്ന ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. ഞങ്ങൾ 1993 ഞാൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് മാലയിട്ടിട്ട് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ ഭഗവാന്റെ അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും 3 നേരം ആഹാരം കൊടു ഭഗവാനെ, ഞങ്ങൾക്ക് ഒരു നേരം കൂടെ അതിന് 3 നേരം വെച്ചിട്ട് കഴിക്കാമെന്ന്. ആ ഒരു ശബ്ദം ഭഗവാനെ കേട്ടു. ഭഗവാൻ ഇപ്പോൾ ആവശ്യത്തിന് എത്ര വേണോ അത്രയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർക്കും കൂട്ടം തെറ്റിയവർക്കായി അനൗൺസ് ചെയ്യാം. സ്വാമി ശരണം, ജിഷ്ണുവിനെ കാത്ത് അഡ്വൈസറിയിൽ നിന്ന് വന്നിരിക്കുന്ന ജിഷ്ണുവിനെ കാത്ത് ഷാജി കണ്ണൻ ഭസ്മക്കുളത്തിന്റെ മോളിൽ നിൽപ്പുണ്ട്. ദയവായി ഞങ്ങൾ പറയണമെന്ന് അപേക്ഷിക്കുന്നു. സ്വാമി ശരണം. படிக்கட்டு ஏறதுக்கு முன்னாடி பெரிய மரம் இருக்கு, அங்க இருக்கிறோம், நீங்க வந்தா நல்லா இருக்கும். കുമാറിന് പുറമെ കോഴഞ്ചേരി സ്വദേശി PN ഗോപാലൻ, തമിഴ്നാട് സ്വദേശികളായ ബാലഗണേഷ്, നരസിംഹമൂർത്തി എന്നിവരും അനൗൺസ്മെന്റ് കേന്ദ്രത്തിലുണ്ട്. കൂട്ടം തെറ്റുന്ന അയ്യപ്പന്മാർ ഇവിടെയെത്തി ഒന്നിക്കുമ്പോൾ അനൗൺസർമാരും സംതൃപ്തരാണ്. ജനം, സന്നിധാനം.